ഈ സ്വിഗ്ഗിയിലും ടൊമാറ്റോയിലും കൂടിയ നല്ല പൈസ കിട്ടുന്ന കുറെ വ്ളോഗുകളിൽ കണ്ടിട്ടുണ്ട്. എന്റെ കമന്റ് ബോക്സിലാണ് ഇത് ഓടുന്ന ചെക്കന്മാരെ പെരും തെറികളുണ്ട്. അപ്പൊ നമ്മളിന്ന് അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ഓടി കേട്ടോ. ഒരു ദിവസം ഫസ്റ്റ് ഒരു ഓർഡർ അടിച്ച് മക്കളെ 45 റുപ്യ. സ്വിഗ്ഗി ഓടാൻ വേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആൻഡ്രോയിഡ് ഫോണും പിന്നെ മഴ ഇതുകൊണ്ട് ഫോണുമ്മ കവറും. ഫസ്റ്റ് തന്നെ ചെന്ന കഞ്ഞിപ്പുര പറഞ്ഞ കടയിൽ ഫുള്ള് അവഗണന, ഒന്ന് മാറിക്കടോ കസ്റ്റമറിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഫുള്ള് പുച്ഛം. അപ്പൊ തന്നെ ഒരു കസ്റ്റമർ വന്നിട്ട് ഈ ഫുഡുമൊക്കെ ഈച്ചിരിക്കുന്ന റിബലോട് ഫുള്ള് ചൂടാവിലിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. കർമ്മ അപ്പൊ തന്നെ തിരിച്ചിട്ട് ഞാൻ പടക്കന്നെ വീഡിയോ എടുക്കുമ്പോ ഇന്റെ ബാക്കിൽ ഈച്ച കേസും പറഞ്ഞ അടിയാ നല്ല രസം. പിന്നെ നമ്മൾ ഓടുമ്പോ മഴ ചെയ്തിട്ടോ, മഴ ചെയ്താ ഓരോ ഓർഡറിനും 10 റുപ്യ ഏറെ കിട്ടും. മഴ ഇതൊരു കടന്റെ അവിടെ കയറിന്നപ്പോ എന്താ മോനെ എന്നൊക്കെ ചോദിച്ചാൽ അവിടുത്തെ ഇക്കാക്ക് ഒരു കവറൊക്കെ തന്നിട്ടോ ഫുഡ് ഇടാനും വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് ആ ഫുഡ് ഒരു കവറിലൊക്കെ ആക്കി സേഫ് ആക്കി വെച്ച്. അങ്ങനെ ഫസ്റ്റ് ഓർഡറിൽ നല്ല കരിമീനൊക്കെ ഉണ്ടായി, നല്ല സ്മെല്ല് ഉണ്ടായി. എനിക്കാണെങ്കിൽ നോമ്പും. ഈ ഓർഡർ കൊണ്ടുവരുത്തപ്പോ എനിക്ക് 630 റുപ്യ കിട്ടി. ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് കയ്യിൽ തന്നെ കിട്ടി. എനിക്ക് ഇതിലാകെ അവകാശം 45 റുപ്യ ഉള്ളൂ കേട്ടോ. ആ മേലെ കണ്ട അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കൊണ്ടുപോയി കൊടുത്തത്. പിന്നെ കോഴിക്കോട്ടത്തെ ആദ്യം ആളായ ഫോക്കസ് മാളിലൊക്കെ കയറാണ്ടായിട്ട് ഇവിടെ നമുക്കൊരു ആശ്വാസം, നല്ല തണുപ്പുണ്ടാവും. ഇവിടുത്തെ ഓർഡർ എം ഗ്രില്ല് പറഞ്ഞിട്ട് ഒരു കടയിൽ നിന്ന് മുഹമ്മദ് ഗ്രില്ല്. വെറുതെ പൈസ ഉണ്ടാക്കാൻ കഴിയുന്നൊന്നും കരുതി ആരും വരണം കേട്ടോ. നല്ല നയിപ്പുണ്ട് പറഞ്ഞാൽ നല്ല നയിപ്പുണ്ട്. ഓരോന്നിന് 20-30 ഒക്കെ വെച്ചിട്ട് കിട്ടുള്ളൂ. പണ്ടൊക്കെ നല്ല എമൗണ്ട് കിട്ടിയെന്ന് പറയുന്നേക്കുണ്ട് ഓരോ ഡെലിവറി ബോയ്സ്. ഇപ്പൊ നല്ല കുറവാ കിട്ടണം, ഓരോന്നിനും ചെറിയ പൈസ ഇട്ടുള്ളൂ. അപ്പൊ നല്ല ആലോചിച്ച് തീരുമാനം എടുക്കും. പിന്നെ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന ഒരു MLന്റെ വരയില്ല കേട്ടോ. ഉള്ളിൽ MLന്റെ വണ്ടിയൊക്കെ ഉണ്ട്. ML എന്താ സ്വിഗ്ഗിന്ന് ബർഗർ എന്നാ പറ്റൂലേ. വീഡിയോ ലെങ്ത് കൂടിയോണ്ട് ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമ.